കേരള ആർട്ടിസൻസ് യൂണിയൻ CITU തയ്യൽ തൊഴിലാളി കാഞ്ഞങ്ങാട് ഏരിയ സമ്മേളനം കോട്ടച്ചേരി കുന്നുമ്മലിൽ സമാപിച്ചു. യൂണിയൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി നടുവത്തൂർ സുന്ദരേശൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. This news sponsored by Emmanuel Silks, കാഞ്ഞങ്ങാട്, കണ്ണൂർ ആൻഡ് തൃശൂർ. പെൻഷൻ കുടിശ്ശിക എത്രയും പെട്ടെന്ന് അനുവദിക്കണമെന്നും ക്ഷേമനിധി അംശാദായത്തിൽ വർധനവുണ്ടായിട്ടും ആനുകൂല്യ വർധനവ് വരുത്താത്ത നടപടി തിരുത്തണമെന്നും ദേശീയപാത വികസനം എത്രയും വേഗത്തിൽ പൂർത്തീകരിക്കണമെന്നും കേരള ആർട്ടിസൻസ് യൂണിയൻ CITU തയ്യൽ തൊഴിലാളി കാഞ്ഞങ്ങാട് ഏരിയ സമ്മേളനം ആവശ്യപ്പെട്ടു. കോട്ടച്ചേരി കുന്നുമ്മലിലെ NSS ഹാളിൽ വെച്ച് നടത്തിയ സമ്മേളനം യൂണിയൻ സംസ്ഥാന ജനറൽ സെക്രട്ടറിയും കാഡ്കോ ചെയർമാനുമായ നടുവത്തൂർ സുന്ദരേശൻ ഉദ്ഘാടനം ചെയ്തു. ഇന്ന് തയ്യൽ മേഖലയിൽ പണിയെടുക്കുന്ന തൊഴിലാളികൾ മഹാഭൂരിപക്ഷവും വനിതകളാണ്, സ്ത്രീകളാണ്. പൊതുവിൽ ഏറ്റവും കൂടുതൽ പ്രയാസം അനുഭവിക്കുന്ന മഹാഭൂരിപക്ഷം വരുന്ന സ്ത്രീകൾ ഈ മേഖലയിൽ പണിയെടുക്കുമ്പോൾ അവർക്ക് വേണ്ടി സംസ്ഥാന ഗവൺമെന്റ് ഒരു ക്ഷേമനിധി രൂപീകരിച്ചു. തയ്യൽ തൊഴിലാളി ക്ഷേമനിധി എന്നാണ് ആ ക്ഷേമനിധി ബോർഡിന്റെ പേര്. ആ ക്ഷേമനിധി ബോർഡിൽ ആർട്ടിസൻസ് യൂണിയനെ പ്രതിനിധീകരിച്ച് 2 ഡയറക്ടർ ബോർഡ് മെമ്പർമാരാണ് നമുക്കുള്ളത്. ചടങ്ങിൽ യൂണിയൻ ഏരിയ പ്രസിഡന്റ് രവി തിരുവത്ത് അധ്യക്ഷനായി. തയ്യൽ തൊഴിലാളി ക്ഷേമനിധി ബോർഡ് അംഗവും ജില്ലാ പ്രസിഡന്റുമായ KN പ്രഭാകരൻ, ജില്ലാ ജനറൽ സെക്രട്ടറി PK വിജയൻ, യൂണിയൻ ഓഫീസ് കാര്യങ്ങൾ നിർവഹിക്കുന്ന സെക്രട്ടറി PV കൃഷ്ണൻ, M ഗംഗാധരൻ, PP പ്രഭാകരൻ, P തമ്പാൻ, KV ബൽരാജ് എന്നിവർ സംസാരിച്ചു. ഏരിയ സെക്രട്ടറി തമ്പായി അതിയാമ്പൂർ സ്വാഗതം പറഞ്ഞു. യൂണിയൻ ഏരിയ കമ്മിറ്റിയുടെ പുതിയ ഭാരവാഹികളായി തമ്പായി അതിയാമ്പൂരിനെ പ്രസിഡന്റായും പത്മാവതി ഞാണിക്കടവിനെ സെക്രട്ടറിയായും രവി ലക്ഷ്മിനഗറിനെ ട്രഷററായും തെരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.